ವಾಸ್ತವದಲ್ಲಿ ನಂಗೆ ಮನಸ್ಸಿಲಾಕಿಕೊಳ್ಳೆ ಗಣಿಕತ್ತೆ ಯಾഥാರ್ಥ್ಯಂ റിയാലിറ്റി ചൊന്നെങ്കിൽ എന്തിന് ഇന്ന് ഫേസ്ബുക്ക് അതുപോലെ വാട്സപ്പ് നിറഞ്ഞു നിൽക്കണ ഗണിക്കത്തെ സോഷ്യൽ മീഡിയ അതിഗംഭീരമായിട്ട് കണക്കിലെടുക്കണ ഗണിക്കത്തെ റിയാലിറ്റി ഷോയുടെ ಬಗ್ಗೆ ചർച്ചയാക്കിക്കൊണ്ടുണ്ട്. വാസ്തവത്തിൽ റിയാലിറ്റി എന്തിനായിട്ടിക്കടെ ഞങ്ങൾ മനസ്സിലാക്കണ ഗണിക്കത്തെ ഒരു ചെറിയ വിഷയ അതിഗംഭീരമായതായെങ്കിലും ഹബീബന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ഈ ദുനിയാവുക ഒറിജിനൽ റിയാലിറ്റി ഷോ എന്തിനെ ചെന്നിട്ട് പടിപാട്ടി കൊടുത്തിട്ട് അന്നത്തെ കാലത്തില് കലിക്ക് ഞങ്ങൾക്ക് കൊരടിയെന്നില്ല, പാട്ടുകാർക്ക് കൊരടിയെന്നില്ല, പിന്നെ അനാചാറാക്കിടങ്ങൾക്ക് കൊരടിയെന്നില്ല, അത്യാചാറാക്കിടങ്ങൾക്ക് കൊരടിയെന്നില്ല, ഡാൻസിങ് കൊരടിയെന്നില്ല, മനരഞ്ജനങ്ങൾ കൊരടിയെന്നില്ല, എല്ലവും ഇന്ന് ധാരാളം. അത് ഒരു കാലത്തിലും കൊരടിയായിട്ടില്ല. പക്ഷേ അള്ളാഹുടെ ദീൻ, അള്ളാഹുടെ ബഗ്ഗെയുള്ള മെസ്സേജിങ് വാസ്തവത്തിൽ മനുഷ്യ തെരിയണായകനിക്ക് റിയാലിറ്റി ഷോ എന്നൊരു ചെറിയ ഒരു ഹദീസിലൂടെ അതിൽ നമുക്ക് മനസ്സിലാക്കുക സാധ്യ. മഹദിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു ഹദീസ് قالت ഉമ്മ ചൊല്ലടോ ദഖലത് ഇംറഅതും മഅ ഇബ്നതാൻ. മഹദിയായ ഉമ്മ ചൊല്ലടോ അങ്ങനെ ഔത്തുകോ ഒരു ഉമ്മ പണ്ട് ഒരു പെണ്ണുങ്ങ പണ്ട് ആ പെണ്ണുങ്ങളെ കയ്യിൽ 2 പെണ്ണുമക്കളുണ്ട്. ലഹ ആ പെണ്ണുമക്കളതായിട്ടുള്ള 2 മക്ക തുസ്അലു വേത്തിക്ക് എന്തെങ്കിലും കൊടുക്കുകമായിട്ട് ആ മക്കളെ വേറെ തുറക്കുകമായിട്ട് ആ മക്കളതായിട്ടുള്ള പശുതണിക്കുകമായിട്ട് ആ ഉമ്മ അധ്വാനിച്ചുകൊണ്ടുണ്ട്, അകാക പത്തി ഇറങ്ങിയോണ്ടുണ്ട്. ഫലം തജിദ് ഇന്ദി ഷൈഅൻ ഗൈറ തംറാ. മഹദിയായ ആയിഷ ചൊല്ലുടോ, ആയിഷ ഉമ്മ ചൊല്ലുടോ, എന്റെ മുട്ട ഇന്നതോ വെറും കാരയ്ക്ക് മാത്രം വേറെന്തും ഇല്ല എന്നെങ്കിലും ആ ഒരു കാരക്കടയെടുത്തിട്ട് ആ ഉമ്മയുടെ കയ്യിൽ വെച്ചപ്പോ ആ കാരക്കട എടുത്തിട്ട് ആ ഉമ്മയുടെ കയ്യിൽ വെച്ചപ്പോ ആ 2 പെൺമക്കൾക്ക് വേണമായിട്ട് ആ ഒരു കാരക്കട 2 ഭാഗമാക്കിയിട്ട് 2 മക്കൾക്ക് കൊടുത്തിട്ടു. വലം തകുൽ മിൻഹാ ആ ഒരു കാരക്കടെ 2 ഭാഗമാക്കിയിട്ട് 2 മക്കൾക്ക് കൊടുത്തിട്ടു. അതിലെ ഉമ്മ തിണ്ടില്ല, ഉമ്മ പയിച്ചിട്ടേ രചിത്ത് ഉമ്മ തിണ്ടില്ല. സുമ്മ കാമത്ത് വഖറജത്ത് പിന്നെ ആ ഉമ്മ നിന്റെ മുട്ടത്ത് എണിച്ചത് എന്നിട്ട് പോയിട്ട് ഫദഖല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ ഔത്തുക്ക് വന്നപ്പോ ഈ വിഷയ സ്റ്റോറി ഫഅഖ്ബർതുഹു ഈ വിഷയങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങുന്ന ചൊന്നേ. അപ്പോ ലോകത്തെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീനായ ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പടിപാട്ടത് എന്തേ ഫഖാല മൻ ബതുലിയ മിൻ ഹാദിഹിൽ ബനാൻ. ഈ പെൺമക്കളെ കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് പരീക്ഷിക്കപ്പെട്ടെങ്കിൽ എന്നിട്ട് കുന്നലഹു സിത്റം മിനന്നാർ ആ പെൺമക്കളെ വേർന്നുറപ്പാട്ട് ഗണിക്കത്തെ ഒരു വിഷയ. എന്നിട്ട് ആ പെൺമക്കളെ നല്ല രീതിയിൽ ബലത്തിയെങ്കിൽ അങ്ങനെ പശുതണിച്ചേണ്ടെങ്കിൽ കുന്നലഹു സിത്റം മിനന്നാർ ആ പെൺമക്കായിട്ടിക്കട് നരകത്തെ തൊട്ട് തടയിടത്. നാളെ നരകത്തെ തൊട്ട് തടയിടത് ആ പെൺമക്കായിട്ടിക്കട്. ഇതായിട്ടിക്കട് റിയാലിറ്റി, ഇസ്ലാമിക് റിയാലിറ്റി ഷോ. പെൺമക്കളെ കൊണ്ട് നരകത്തെ തൊട്ട് കാക്കടകണിക്കത്തെ ഒരു വിഷയ. അതല്ലേ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു ചൊന്നവന്റെ വിശുദ്ധമായ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഓ മുഅ്മിനീങ്ങളെ ഖൂ അൻഫുസകും നിങ്ങളെ തടിങ്ങളെ നിങ്ങൾ ജാഗ്രതയാക്കിയോ. വാഹ്ലീക്കും നിങ്ങളെ അഹ്ലക്കാർ, നിങ്ങളെ ഭാര്യ മക്കൾ, നിങ്ങളെ കുടുംബക്കാർ അങ്ങനെ തൊട്ടും നിങ്ങൾ ജാഗ്രതയാക്കൂ. നരകത്തെ തൊട്ട് നിങ്ങൾ ബച്ചവാക്കുറിച്ചുള്ള ഗണിക്കത്തെ ഒരു സന്ദേശം ഇതായിട്ടിക്കത് ഏറ്റവും വലിയ റിയാലിറ്റി ഈ ദുനിയാവിലുള്ളത്. നന്റെ മക്കളെയും നന്റെ ഔത്തരങ്ങളെയും ഞങ്ങളെ അഹ്ലുക്കാരെയും നരകത്തെ തൊട്ട് ബച്ചവാക്കിടെ ഗണിക്കത്തെ ഒരു വലിയ പ്രവർത്തനമായിട്ടിക്കട്
അതായിട്ട് റിയാലിറ്റി അതിനെക്കാട്ടി വലിയതൊന്നുമില്ല. ഉണ്ട് വലിയൊരു വിഷയ ബാഡികക്ക് ഒരു ബുർക്ക എടുത്തിട്ട് ഒരു ഗಂಟೆടെ ഒരു പെർഫോമൻസ് വേണമായിട്ട് ഒരു പബ്ലിക് റിയാലിറ്റി ഷോ ചെന്നിട്ടോ ഏതോ ഒരുത്തി പാടിയല്ല പാടിയിട്ട് അവസാനം എല്ലാവർക്കും അത്ഭുതമായി പോയിട്ടല്ല. എന്നിട്ട് അങ്ങെല്ലാവരും അത്ഭുതപ്പെട്ടു പോയിട്ട് അങ്ങ് ഫിദായി പോയറ്, ശരണായി പോയറ്. എന്നിട്ട് ചെന്നറേ നിങ്ങൾ എന്തെങ്കിലും ഈ ദുനിയാവ് ഒരു സന്ദേശം കൊടുക്കും. അപ്പ കൊടുത്ത സന്ദേശമായിട്ടിക്കട് നന്റെ പോലെ എല്ലാവരും ഓപ്പൺ ആയിട്ട് പബ്ലിക് വരുന്നു. വാസ്തവത്തിൽ റിയാലിറ്റി അതാ ഉണ്ട്. വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണ റിയാലിറ്റിങ്ങ വേറെ ഇല്ലേ. പട്ടിണി പാവങ്ങ ഇല്ലേ, വരദക്ഷിണയുടെ വിഷയത്തിൽ കങ്കാലായി പോയ കുടുംബങ്ങ ഇല്ലേ. അതേ അമൽ പദാർത്ഥ സേവനയാക്കിയിട്ട് മാപ്പിളമാരെ കൊണ്ട് ദയനീയമായ ദൗർജന്യത്തിന് ഇടയാവിടെ കണിക്കത്തെ. മരണം പോലും അതുപോലെ ദാരുണമായ അന്ത്യ കുരുക്കിടെ കണിക്കത്തെ, ദാരുണ്യമായിട്ടുള്ള മരണത്തിന് വിധേയമാവിടെ കണിക്കത്തെ. പെൺമക്കളെ ബഗ്ഗെയുള്ള റിയാലിറ്റി ഇല്ലേ. എത്ര ആൾമാർ അനാചാരത്തിന് ബലിയായില്ലേ, അത്യാചാരത്തിന് ബലിയാവില്ലേ. നഗരങ്ങളില് പട്ടണങ്ങളില് വലിയ വലിയ മേധാവികളെ കൊണ്ട്, വലിയ വലിയ പേരുള്ളങ്ങളെ കൊണ്ട്, രാജകീയ മേധാവികളെ കൊണ്ട് എത്രയോ നൂറുകണക്കിന് പെൺമക്ക തന്റെ ജീവൻ ഒടുക്കേണ്ടി വന്നെങ്കിലേ, ആത്മഹത്യക്കും അതുപോലെ മരിച്ചു പോകുന്നതും കാരണക്കാരായിട്ടുണ്ടെങ്കിൽ ഈ റിയാലിറ്റി ഷോങ്ങ എന്തുകൊണ്ട് ദുനിയാവുടെ ആൾമാർ മനസ്സിലാക്കില്ലേ. വാസ്തവത്തിൽ ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പരിപാടിയത് ഒരു പെണ്ണിനെ മാനരക്ഷനാക്കിടകനെ, ഒരു ബേക്കറി പസി തനിക്കിടകനെ. അതായിട്ടിക്കട് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷയ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുടെ കാലം ഡമസ്കസ് ഇസ്ലാമുടെ ആ ഒരു ഇസ്ലാമിക് പ്രദേശമായിട്ട് ഇസ്ലാമിക് സാമ്രാജ്യമായി മാറിയപ്പോ സീസർ രാജാവ് അവൻ ആൾമാരെ, ഗുപ്തചര ആൾമാരെ കടത്തിട. എന്തുകൊണ്ട് ഞങ്ങളെ സാമ്രാജ്യങ്ങളെ തകർന്നു പോണ്ട് ഇസ്ലാമിക് സാമ്രാജ്യം ഇത്രയും വൈഭവപൂർണമായിട്ട് എന്തുകൊണ്ട് അത് മുന്നോട്ട് പോയിട്ടുണ്ടോ? ഇതിന് കാരണമെന്തിനെ പരിശോധിക്കുന്നു ചെന്നിട്ട് സീസർ രാജാവ് ആൾമാരെ, ഗുപ്തചര ആൾമാരെ കടത്തിയപ്പോ അവിടെ ഞാൻ കാണാൻ സാധ്യമായത് മുസ്ലിം യോദ്ധാക്കന്മാരെ, മുസ്ലിമീങ്ങളെ ടെന്റ് പോയിട്ട് പരിശോധിച്ചറി. അവിടെ ഡാൻസ് ഇല്ലേ, അവിടെ പാട്ടില്ലേ, അവിടെ ഖുർആൻ, വിശുദ്ധമായ ഖുർആനോത്ത്. കുറെ ആൾമാർ ഇബാദത്തിലുള്ളവര്, നിസ്കാരത്തില്, പിന്നെ കുറെ ആൾമാർ ദിക്റുള്ളവര്. അങ്ങനെ ಬಗ್ಗೆ ചരിത്രങ്ങൾ എഴുതപ്പെട്ട് ഓഹും റുക്ബാനും പിന്നഹാർ. പൗല സമയത്തില് ധീരമായിട്ട്, ധീരതയോടെ യോദ്ധാക്കളായിട്ട് യുദ്ധരണാങ്കണത്തിൽ യുദ്ധാക്കളെ എത്തിയ ആൾമാർ റുക്ബാനും ചില്ലയാൽ ജാവുലോ. അങ്ങോ കുടിക്കൊക്കെ കള്ള് വേണ്ട, അമല് വേണ്ട, ഡാൻസ് വേണ്ട, പെണ്ണുമക്ക വേണ്ട, പാട്ട് കണിക്കത്തെ പെണ്ണുമക്കളുടെ ആവശ്യകത നോക്കില്ല. അതായിട്ട് ഇസ്ലാമിക്കടെ റിയാലിറ്റി. പരമ സാത്വികന്മാരായ ആൾമാർ, അള്ളാഹുവിനെ പിടിച്ച ആൾമാർ. അങ്ങ് അമല് വേണ്ട, അങ്ങ് ഡാൻസ് വേണ്ട, മനോരഞ്ജന വേണ്ട, അള്ളാഹുടെ ഓർമ്മ അങ്ങോമയ്യാവൂ. അങ്ങ് ലോകത്തെ അതിജയിച്ചെറി. അപ്പോ ഈ സ്റ്റോറി കൊണ്ടുപോയിട്ട് സീസർ രാജാവിടെ മുട്ട വെച്ചപ്പോ സീസർ രാജാവ് ചൊല്ലേ സദാചാരമില്ലാത്ത കള്ള് കുടിച്ചിട്ട് ഡാൻസ് കളിച്ചിട്ട് മതിമറക്കണ കണിക്കത്ത് ഒരു വിഭാഗത്തേക്ക് ദുനിയാവുടെ നേതൃത്വം, ദുനിയാവുടെ നായകത്വം കിട്ടുകൊണ്ടല്ലേ. പിന്നെ നല്ല ഒരു സമൂഹമായിട്ട് എപ്പ നിങ്ങൾ മുന്നോട്ട് പോണ്ടറാ അങ്ങോട്ട് വിജയിക്കുക സാധ്യ. അതായിട്ട് മുസ്ലിമീങ്ങൾ വിജയിക്കുക കാരണ. പക്ഷേ അതേ കൗമുൽപ്പെട്ട ഗണികത്തെ നോക്കൊരു ഈ റായത്തുക, ഈ ഇന്ത്യ പ്രദേശത്തുക ഇസ്ലാം വന്നപ്പോ കൈനീട്ടി സ്വീകരിച്ചറേ. എത്രത്തോളം നിങ്ങൾ ഇന്നലെ മിഞ്ഞാണ്ട് ഒരാൾ ഒരു പ്രസംഗത്തിൽ പ്രസംഗിച്ചത് ഞങ്ങളെ പരിസ്ഥിതി എന്തിനുണ്ട്. എന്റെ ഡാൻസ് കൊരടിയുന്നില്ല, പാട്ട് കൊരടിയുന്നില്ല, കളിക്ക് കൊരടിയുന്നില്ല, കള്ളുക്ക് കൊരടിയില്ല. പിന്നെ മനുഷ്യത്വമില്ലാത്തവിടെ മനുഷ്യത്വം കാട്ടിക്കണിക്കത്ത ഒരു ധീനായിട്ട് ഇസ്ലാം. അപ്പോ മനുഷ്യരുടെ ബല തെരഞ്ഞതായിട്ടുള്ള
എത്രയോ ദൂരം വഴിതെറ്റി നടക്കേണ്ട ഒരു രോമൻ പോയി തൊട്ടിയിട്ടാൽ ചിത്തമവനെത്തി ചാരത്തടുത്തിടാം. ചുറ്റും പേടിക്കണ്ട പോരാരേ. തെർലു സമത്തിൽ പോണുക ಎಂದಿದ್ದಿಲ್ಲ, ನೆഞ്ഞಿ ಮರಕ್ಕೂ ಸಾಧ್ಯ ಇನ್ನಲ್ಲ. ಆ ಸಂದರ್ಭದಲ್ಲಿ